ongoing thing. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാ വർഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള പുതിയ രീതിയിലുള്ള ഒരു പഠനമാണ് നമുക്ക് ഈ പ്രാവശ്യത്തെ SSLC പരീക്ഷയ്ക്ക് ആവശ്യം. കാരണം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ ഫോക്കസ് ഏരിയ, അതുപോലെ തന്നെ നോൺ ഫോക്കസ് ഏരിയ, എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പുതിയൊരു രീതിയിൽ വേണം കാര്യങ്ങൾ പഠിക്കാൻ. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ ഒരു നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ നോട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകരിക്കും. പരീക്ഷയ്ക്ക് പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ആ നോട്ടിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ നോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഇപ്പോഴത്തെ പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് 5 ഭാഗങ്ങളായിട്ടാണ്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 ഇങ്ങനെ 5 ഭാഗങ്ങളായിട്ടാണ്. ഇതിൽ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോക്കസ് ഏരിയയിലെ പ്രോസ് ലെസണും അതുപോലെ നോൺ ഫോക്കസ് ഏരിയയിലെ പോയവുമാണ്. രണ്ടാമത്തെ ഏരിയയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫോക്കസ് പോയത്തിലേക്ക് വരും. അപ്പോൾ ഫോക്കസ് ഏരിയ പോയവും നോൺ ഫോക്കസ് ഏരിയ പ്രോസുമാണ്. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമറാണ്. ഗ്രാമർ ഭാഗത്ത് ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നതും എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നാലാമത്തെ സെക്ഷൻ നമുക്കറിയാം ഡിസ്കോഴ്സസ് ആണ്. അഞ്ചാമത്തെ സെക്ഷൻ എസ്സേ ആണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രോസ് ലെസൺസൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. കാരണം റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സെക്ഷനിലെ ഫോക്കസ് ഏരിയ പോയത്തിൽ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ നമ്മൾ ഓരോ പോയത്തിലുമുള്ള അതിൻ്റെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അതുപോലെ അതിലുപയോഗിച്ചിരിക്കുന്ന ഇമേജസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതുപോലെ മൂന്നാമത്തെ സെക്ഷനായിട്ടുള്ള ഗ്രാമർ ഭാഗത്ത് എന്തൊക്കെ പഠിക്കണമെന്ന് പല കുട്ടികളും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെ പുറത്തു നിന്നുള്ള ഒരു കാര്യവും പരീക്ഷയ്ക്ക് വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഗ്രാമർ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 4 ടൈപ്പ് ചോദ്യങ്ങളാണ് ഗ്രാമർ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഒന്നാമത്തത് കോൺവെർസേഷൻ കംപ്ലീഷൻ എന്ന് പറയുന്ന ചോദ്യമാണ്. അതായത് നമുക്ക് 2 ആളുകൾ തമ്മിലുള്ള ഒരു സംഭാഷണം തന്നിട്ടുണ്ടാവും. അതിൽ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിക്കുക. അപ്പോൾ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ABCDE എന്നൊക്കെ പറഞ്ഞ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ നമ്പർ മാത്രം എടുത്തെഴുതി അവിടെ ഉത്തരം എഴുതുക. അതാണ് ആദ്യത്തെ കോൺവെർസേഷൻ കംപ്ലീഷൻ എന്നുള്ള ചോദ്യം കൊണ്ട് ഉദ്ദേശം. ഇനി എന്തൊക്കെയാണ് ഈ കോൺവെർസേഷൻ കംപ്ലീഷനിൽ ചോദിക്കുക? അതും നമുക്ക് അറിയാം. അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, യെസ് ഓർ നോ ക്വസ്റ്റ്യനോ WH ക്വസ്റ്റ്യനോ ആവാം. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാകും, ഒരു ഇഫ് ക്ലോസ് ഉണ്ടാകും, ഒരു ഹാഡ് ബെറ്റർ ഉണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രാമർ ഭാഗത്ത് വരുന്നതാണ് എഡിറ്റിംഗ്. എഡിറ്റിങ്ങിൽ വളരെ സിമ്പിളായിട്ടുള്ള വെർബിൻ്റെ ഫോംസ്, അതുപോലെ തന്നെ റോങ് വേർഡ് ഓർഡർ, അങ്ങനെയുള്ള ചില സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് എഡിറ്റിങ്ങിൽ. അതുപോലെ ടൂവിന് ശേഷം V1 ചേർക്കണം, വുഡ്, ഷാൾ, ക്യാൻ, മേ, മൈറ്റ്, വുഡ് ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ശേഷം V1 ചേർക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് എഡിറ്റിങ്ങിൽ വരികയുള്ളൂ. ഇനി ഇപ്രാവശ്യത്തെ ഫോക്കസ് ഏരിയയിൽ അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഉൾപ്പെടുത്തിയ കഴിഞ്ഞ വർഷം ഇല്ലാത്ത ഒന്നാണ് ക്ലോസ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലോസ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ പാരഗ്രാഫ് തരുന്നു. ആ പാരഗ്രാഫിൽ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ എഴുതുക. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണ് അവിടെ ചേർക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എവിടെയും അതിനെക്കുറിച്ചുള്ള ഒരു ബ്രാക്കറ്റിലൊന്നും അത് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഫോക്കസ് ഏരിയയിലെ പ്രോസ് ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് വായിച്ച ഒരു കുട്ടിക്ക് ഇതിലെ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ വരും. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഗസ് ചെയ്ത് എഴുതാൻ കഴിയുന്ന ഒരു ചോദ്യമല്ല ക്ലോസ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഗ്രാമർ ഭാഗത്ത് വരുന്നതാണ് ഫ്രേസൽ വെർബ്സ്. അപ്പോൾ ഫ്രേസൽ വെർബ്സിൻ്റെ ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഫ്രേസൽ വെർബുകളുടെ ഒരു ലിസ്റ്റ് 25-30 ഫ്രേസൽ വെർബുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ
ഫ്രേസൽ വെർബുകളൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് വേർഡ് പിരമിഡ്. അപ്പോൾ അതിനെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ ഇനി വരുന്ന ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഗ്രാമർ ഭാഗങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള ഏരിയാസ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്കോഴ്സസ് ആണ്. ഡിസ്കോഴ്സസ് ഇഷ്ടം പോലെ സമുദ്രം പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. പക്ഷേ എല്ലാ ഡിസ്കോഴ്സും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ പറഞ്ഞിട്ടുള്ള ഫോക്കസ് ഏരിയയിലെ ഡിസ്കോഴ്സസ് മാത്രം പഠിച്ചാൽ മതി. കാരണം നോൺ ഫോക്കസ് ഏരിയയിലെ ഡിസ്കോഴ്സായിട്ട് ചോദിക്കുന്ന ഒരു കോൺവെർസേഷനും ഒരു നോട്ടീസും ഒരു പ്രൊഫൈലുമാണ്. അപ്പോൾ അതിൽ 2 എഴുതിയാൽ മതി. അപ്പോൾ ആ കോൺവെർസേഷൻ നമ്മളൊക്കെ അങ്ങ് ഒഴിവാക്കാം. പിന്നെ ബാക്കിയുള്ളത് പ്രൊഫൈലും അതുപോലെ ഒരു നോട്ടീസുമാണ്. പ്രൊഫൈലും നോട്ടീസും എഴുതുന്നതിന് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോൺ ഫോക്കസ് ഏരിയ ഡിസ്കോഴ്സ് മറക്കാം. പകരം ഫോക്കസ് ഏരിയയിലെ ഡിസ്കോഴ്സിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ തന്നെ ഏതൊക്കെ ഡിസ്കോഴ്സ് പഠിക്കണമെന്നുള്ളതും നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലെറ്റർ, ഡയറി, അപ്രീസിയേഷൻ ഓഫ് ദ പോയം, ന്യൂസ് റിപ്പോർട്ട്, റൈറ്റപ്പ്, ക്യാരക്ടർ സ്കെച്ച്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഈ ഡിസ്കോഴ്സസ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. A+ കിട്ടാൻ നടക്കും തോന്നില്ല, പേടിയാകുന്നു എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു A+ലേക്ക് എത്തിച്ചേരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ ഞാൻ കൂടുതൽ ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.